പ്ലാക്സിസ് എന്ന ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് സോഫ്റ്റ്വെയറിൽ ഓരോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതാത് ജിയോമെട്രിക്കൽ മോഡലുകൾ വരയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ജിയോമെട്രിക്കൽ മോഡലിൽ സോയിലിൻ്റെ ലെയർ, സ്ട്രക്ചറൽ ഒബ്ജക്ട്സ്, കൺസ്ട്രക്ഷൻ്റെ വിവിധ സ്റ്റേജുകൾ, ലോഡിംഗ് കണ്ടീഷൻസ് എന്നിവ ഉൾപ്പെട്ടിരിക്കണം. ഒരു മോഡൽ എന്നത് സാധാരണ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൗണ്ടറീസ് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഒരു ജിയോമെട്രിക്കൽ മോഡലിൽ 3 തരത്തിലുള്ള കമ്പോണൻസ് ആണ് പ്രധാനമായും ഉള്ളത്. ആദ്യത്തെ കമ്പോണൻറ്റ് പോയിൻ്റ് എന്നറിയപ്പെടുന്നു. ഒരു ലൈനിൻ്റെ തുടക്കത്തിലും അവസാനവുമാണ് പോയിൻ്റ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആങ്കറിൻ്റെ പൊസിഷനിങ്ങിനും പോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പോയിൻ്റ് ലോഡ് ഡിഫൈൻ ചെയ്യുന്നതിനും ജിയോമെട്രി മെഷ് ചെയ്യുമ്പോൾ ലോക്കൽ റിഫൈൻമെൻറ്റിന് വേണ്ടിയും പോയിൻറ്റ്സ് ഉപയോഗിക്കുന്നു. ഇതിനെ മെഷ് എഡിറ്റിംഗ് എന്നും പറയാറുണ്ട്. രണ്ടാമത്തെ കമ്പോണൻസ് ആണ് ലൈൻസ്. ഒരു ജിയോമെട്രിയുടെ ഫിസിക്കൽ ബൗണ്ടറി ഡിഫൈൻ ചെയ്യാനായി ലൈൻസ് ഉപയോഗിക്കുന്നു. അതായത് മോഡലിൻ്റെ ബൗണ്ടറീസ്, വിവിധ തരത്തിലുള്ള വാളുകൾ, സോയിലിൻ്റെ വിവിധ ലെയറുകൾ, കൺസ്ട്രക്ഷൻ സ്റ്റേജുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടും. മൂന്നാമത്തേതും അവസാനത്തേതുമായ കമ്പോണൻ്റാണ് ക്ലസ്റ്റേഴ്സ്. ലൈനുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും ചുറ്റപ്പെട്ട ഏരിയയാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചുറ്റപ്പെട്ട ഒരു ജിയോമെട്രി വരയ്ക്കുകയാണെങ്കിൽ പ്ലാക്സിസ് സോഫ്റ്റ്വെയർ അതിനെ ഒരു ക്ലസ്റ്ററായി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ക്ലസ്റ്ററിനുള്ളിലെ സോയിൽ പ്രോപ്പർട്ടി എപ്പോഴും ഹോമോജിനസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റേഴ്സിനെ ഒരു സോയിൽ ലെയറായി പരിഗണിക്കാവുന്നതാണ്. ഒരു ജിയോമെട്രി നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ജിയോമെട്രിയിലെ ക്ലസ്റ്ററിൻ്റെയും ലൈൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് മോഡൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആവുന്നതാണ്. ഫൈനൈറ്റ് എലമെൻറ്റ് മോഡലിലെ പ്രധാന ഘടകമാണ് മെഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മെഷ് എന്താണെന്ന് കൂടി നോക്കാം. ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് മെഷിൽ 3 തരത്തിലുള്ള കമ്പോണൻസ് ആണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ കമ്പോണൻ്റാണ് എലമെൻറ്റ്സ്. ഒരു മെഷ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മുമ്പ് മോഡൽ ചെയ്ത ക്ലസ്റ്ററുകൾ ചെറിയ ചെറിയ ട്രയാങ്കുലർ എലമെൻറ്റുകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 15 നോഡ് എലമെൻറ്റ് ഉപയോഗിച്ചാണോ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ 6 നോഡ് എലമെൻറ്റ് ഉപയോഗിച്ചാണോ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സോഫ്റ്റ്വെയറിൽ അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ 50 നോഡ് എലമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ആക്യുറേറ്റായ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഇതിന് കമ്പ്യൂട്ടേഷൻ ടൈമും വളരെ കൂടുതലാണ്. എന്നാൽ പെട്ടെന്നുള്ള കാൽക്കുലേഷന് വേണ്ടി 6 നോഡ് എലമെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് അത്രത്തോളം ആക്യുറസി ഉണ്ടാകണമെന്നില്ല. ഇനി എലമെൻറ്റിൻ്റെ കാര്യമെടുക്കുമ്പോൾ ട്രയാങ്കുലർ എലമെൻറ്റ് കൂടുതലായും ഉപയോഗിക്കുന്നത് സോയിലിൻ്റെ മോഡലിംഗ്, പ്ലേറ്റ് എലമെൻറ്റുകൾ മോഡൽ ചെയ്യുന്നതിന് വേണ്ടിയും ഇൻ്റർഫറൻസ് എലമെൻറ്റുകൾ മോഡൽ ചെയ്യുന്നതിനും ജിയോഗ്രിഡ് എലമെൻറ്റുകൾക്കായും അതുപോലെ തന്നെ സോയിലും സ്ട്രക്ചറിനും ഇടയിലുള്ള ഇൻട്രാക്ഷനുകളുമാണ്. രണ്ടാമത്തെ കമ്പോണൻ്റാണ് നോഡ്. 15 നോഡ് എലമെൻറ്റുകളിൽ 15 നോഡുകളും 6 നോഡ് എലമെൻറ്റുകളിൽ 6 നോഡുകളുമാണ് ഉള്ളത്. ഇതിൽ ഈ 2 തരത്തിലുള്ള നോഡുകളുടെയും ഡിസ്ട്രിബ്യൂഷനുകൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് കാൽക്കുലേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോഡുകളിലൂടെയാണ്. ഇതിൽ മൂന്നാമത്തെ കമ്പോണൻ്റാണ് സ്ട്രെസ് പോയിൻറ്റ്സ്. ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഓരോ പോയിൻറ്റിലെയും സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. 15 നോഡ് എലമെൻറ്റുകളിൽ 12 സ്ട്രെസ് പോയിൻറ്റുകളും അതുപോലെ 6 നോഡ് എലമെൻറ്റുകളിൽ 3 സ്ട്രെസ് പോയിൻറ്റുകളാണ് ഉള്ളത്. ഇത്രയുമാണ് ജനറൽ മോഡലിംഗ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻപുട്ട് പ്രൊസീജിയേഴ്സിനെ പറ്റി പഠിക്കാം.